മതാചാരങ്ങളുടെ പേരിൽ ഭക്ഷണത്തിൽ വിലക്കേർപ്പെടുത്തുന്നത് ഭരണഘടനാപരമാണ്. ഇത് ഓരോരുത്തരുടെയും അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയുമല്ലേ ബാധിക്കുന്നത്? രാജസ്ഥാനിൽ സർക്കാർ പ്രഖ്യാപിച്ച തീരുമാനമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി വാദപ്രതിവാദങ്ങൾക്ക് ഇടയായിരിക്കുന്നത്. രാജസ്ഥാനിൽ ഓഗസ്റ്റ് 28-നും സെപ്റ്റംബർ 6-നും മാംസവും മുട്ടയും വിൽക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ജൈന മതാചാരങ്ങളുടെ ഭാഗമായി ആഘോഷിക്കുന്ന പര്യൂഷണ ഉത്സവത്തെ മാനിച്ചാണ് ഈ തീരുമാനം. അറവുശാലകൾ അടച്ചിടാനും ഹോട്ടലുകളിൽ നോൺ വെജ് ഭക്ഷണം വിൽക്കാതിരിക്കാനും ഇതിനോടകം സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ നിരവധി നഗരസഭകളും കൌൺസിലുകളും ഇതിനോടകം തന്നെ ഈ ഉത്തരവ് നടപ്പിലാക്കി. സാമൂഹിക ഐക്യം ഉറപ്പാക്കുക, മതാചാരങ്ങൾ മാനിക്കുക എന്നതാണ് സർക്കാരിന്റെ വാദം. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഒരു സമൂഹത്തിന്റെ മതാചാരത്തിന്റെ പേരിൽ മറ്റൊരാളുടെ വ്യക്തിപരമായ ഭക്ഷണാധികാരം സർക്കാർ നിയന്ത്രിക്കാമോ എന്ന ചോദ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ജീവിതത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അവകാശമാണ്. അതിൽ ഭക്ഷണം തിരഞ്ഞെടുക്കലും ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 19 വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ്. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യവും. ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ മറ്റൊരാളുടെ മതവിശ്വാസം മാനിക്കുന്നതിനായി ഒരു സമൂഹത്തിന്റെ ഭക്ഷണാധികാരം നിയന്ത്രിക്കുന്നത് ഭരണഘടനാപരമായി വിരുദ്ധമാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ പുതുമയുള്ളതല്ല എന്നാണ് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. മഹാരാഷ്ട്രയിൽ 2015-ലും പര്യൂഷണത്തിനിടയിൽ ബീഫ്, ചിക്കൻ, മത്സ്യം തുടങ്ങിയവ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. വലിയ പ്രതിഷേധങ്ങളും വെല്ലുവിളികളും സൃഷ്ടിച്ച സംഭവമായിരുന്നു അത്. ഗുജറാത്ത്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലും മതാചാരങ്ങളുടെ പേരിൽ അറവുശാലകൾ അടച്ചിടുന്ന സംഭവങ്ങൾ പതിവാണ്. എന്നാൽ ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നത് ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശമാണ്. അതിനെ മതത്തിന്റെ പേരിൽ നിയന്ത്രിക്കാനാവില്ല എന്നായിരുന്നു പല കേസുകളിലും സുപ്രീം കോടതിയുടെ നിലപാട്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ആർട്ടിക്കിൾ 25 പ്രകാരം ഭക്ഷണം, വസ്ത്രം, താമസം എല്ലാം മനുഷ്യരുടെ അടിസ്ഥാന അവകാശമാണ് എന്ന് വ്യക്തമാക്കുന്നു. അതായത് ഭക്ഷണത്തിന് മേലുള്ള വിലക്ക് മതത്തിന്റെ പേരിൽ ഏർപ്പെടുത്തുന്നത് വ്യക്തിയുടെ മനുഷ്യാവകാശത്തെയും ഭരണഘടനാപരമായ സ്വാതന്ത്ര്യത്തെയും നേരിട്ട് ബാധിക്കുന്നു. അതേസമയം ജൈന സമൂഹം ഇത് സ്ഥിരമായ നിരോധനമല്ലെന്നും വെറും 2 ദിവസത്തേക്കാണെന്നും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ചോദ്യം നിലനിൽക്കുന്നു. ഒരു മതത്തിന്റെ ആചാരങ്ങൾ പാലിക്കാൻ മറ്റൊരു മതക്കാരനെ അല്ലെങ്കിൽ മതം പിന്തുടരാത്തവനെ ബലമായി വെജിറ്റേറിയൻ ആക്കുന്നത് നീതിയാണോ? ഭക്ഷണം കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ സർക്കാരിന് ഇടപെടേണ്ടതുണ്ടോ? മതം, ഭരണഘടന, സ്വാതന്ത്ര്യം ഇവയെല്ലാം തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭാവി എന്താവും? 2 ദിവസത്തേക്ക് മാത്രം നിരോധനം കൊണ്ടുവന്നാലും അത് ഭരണഘടനാപരമായ ഒരു അവകാശത്തെയാണ് ബാധിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു മതത്തിന്റെ പേരിൽ പൊതുസമൂഹത്തിന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നത് ഭരണഘടനാപരമാണോ അതോ വിരുദ്ധമാണോ? Truth Times. Truth beyond the headlines.